ഹലോ എവരിവൺ. ഇന്ന് ഗാലക്സി S24 FEയുടെ ഒരു അൺബോക്സിങ് ആൻഡ് ഒരു റിവ്യൂ കൂടിയാണ്. ക്യാമറ റിവ്യൂ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇത് ഓൾറെഡി റിവ്യൂസ് കുറേ ഉള്ളതാണ്. ഇത് ഓൾറെഡി ഞാൻ ബോക്സ് തുറന്നതാണ്, എന്നാലും നിങ്ങൾക്ക് മുന്നിലൊരു ബോക്സ് അൺബോക്സ് ചെയ്യാം. തല തിരിഞ്ഞു പോയി, സോറി. ഇങ്ങനെയാണ് ലുക്ക് വരുന്നത്. ലുക്കിലൊന്നും ഒരു കുഴപ്പമില്ല, അടിപൊളിയാണ്. ഡിസ്പ്ലേ ഒക്കെ നല്ല ഫ്ലാറ്റാണ്, അലുമിനിയം ബോഡി, കളറും കൊള്ളാം. ബാക്കിലൊരു നാഡോ ഗ്രേ പോലത്തെ ഒരു കളറ്, സൈഡിലൊരു മെറ്റാലിക് പർപ്പിളൊക്കെ പോലത്തെ, ഗ്രേ അല്ല പർപ്പിളല്ല, അങ്ങനത്തെ ഒരു കളർ. അതൊക്കെ പോട്ടെ. ഇനി ഇത് ഓൾറെഡി ഞാൻ സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫോമാറ്റ് വെച്ചിട്ട് ഇനി ബോക്സിൽ എന്തൊക്കെയാണ് നോക്കാം. ആസ് യൂഷ്വൽ സാംസങ്ങിൻ്റെ പേപ്പർ ബോക്സ് തന്നെ, ഫോർ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ. പിന്നെ യൂഷ്വലി കൊടുക്കുന്ന C2C കേബിൾ ഉണ്ട്, ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യാത്ത കേബിൾ. പിന്നെ വാറൻറ്റി പേപ്പേഴ്സ് ഉണ്ട്, യൂസർ മാനുവൽ. അതന്നെ, ഒരു സിം എജക്ടർ ടൂളും കൊടുത്തിട്ടുണ്ട്. വേറെ കാര്യമായിട്ടൊന്നുമില്ല. ഫോൺ വെറുതെ ഒന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ നോർമൽ വരുന്ന സാംസങ് UI തന്നെയാണ്. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഫുൾ സെറ്റപ്പ് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് ക്യാമറ മാത്രം റിവ്യൂ ചെയ്യണത്. നമുക്ക് ഒരു പോർട്രേറ്റ് എടുത്ത് നോക്കാം. നമ്മളുടെ വണ്ടി വെച്ച് തന്നെ ടെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ലൈറ്റ് കുറച്ച് പോയിട്ടുണ്ട്, ലോ ലൈറ്റാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു പ്രശ്നം കാണിക്കുന്നുണ്ട്, അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നൈസാണ്, ലൈറ്റ് തീരല്ല. സ്കൈ ഒക്കെ നല്ല ഓറഞ്ച് കളറായി. നേരത്തെ ഞാൻ എടുത്ത് വെച്ചിരുന്നു പോർട്രേറ്റ്, ഫസ്റ്റ് ഓപ്പൺ ചെയ്തപ്പോൾ. അതൊക്കെ നൈസ്, നല്ല ഷാർപ്പാണ്. ബാക്കിൽ നല്ല ബൊക്കെ എഫക്റ്റ് ഉണ്ട്, നല്ല രീതിക്ക് തന്നെ കിട്ടുന്നുണ്ട്. വേറെ ഹ്യൂമൻ സബ്ജക്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു, അതുകൊണ്ട് സൈഡൊക്കെ പക്ക വരുന്നുണ്ട്. ബൊക്കെ എഫക്റ്റും വേറെ സൈഡിൽ കട്ടിങ് കയറി വരാൻ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. അതൊക്കെ. ഇനി വീഡിയോ വന്നിട്ട് അതിൽ 8K 30 ഫ്രെയിം/സെക്കൻഡ് ആണ്. 4Kയിൽ 60 ഉണ്ട്. 60 നമുക്കൊന്ന് ട്രൈ ചെയ്യാം. കുഴപ്പമില്ല, നല്ല ക്യാമറ ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാൻ എന്തായാലും എടുത്ത വീഡിയോസ് ഒന്ന് കാണിക്കാം. ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയത് അതിൻ്റെ വീഡിയോ ക്വാളിറ്റി ആയിരുന്നു. ഞങ്ങൾ 4Kയിൽ 60 FPS ആയിരുന്നു ട്രൈ ചെയ്തിരുന്നത്. അതിൽ 1x 2x ഒക്കെ ഓപ്റ്റിക്കലായിരുന്നു, ബാക്കി അതിന് മുകളിലേക്കുള്ളതൊക്കെ ഡിജിറ്റൽ സൂം ആയിരുന്നു. അത് കഴിഞ്ഞൊരു ഹ്യൂമൻ സബ്ജക്റ്റ് ഒരു പോർട്രേറ്റ് എടുത്ത് നോക്കി, അതും കൊള്ളാം. അതിൻ്റെ പ്രോസസ്സിങ് എല്ലാം അടിപൊളിയായിരുന്നു. നമ്മുടെ അൾട്രാ സീരീസിൽ വരുന്ന പോലെ തന്നെ പ്രോസസ്സിങ് ആ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് വേറൊരു ഗ്ലിച്ചോ അങ്ങനത്തെ ഒന്നും കയറി വന്നിട്ടില്ല. ഓവർ ഷാർപ്പോ അല്ല, എഡ്ജുകളെല്ലാം നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കുറച്ച് പോർട്രേറ്റ് ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കി, അതിൻ്റെ സാമ്പിൾസ് കാണിക്കാം. ഇത് ഫസ്റ്റ് എടുത്ത ഹ്യൂമൻ സബ്ജക്റ്റ്, അത് കഴിഞ്ഞ് ഒരു പൂവ് എടുത്ത് നോക്കി, അത് കഴിഞ്ഞ് ബൈക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കി.
മൂന്നും നല്ല അടിപൊളി ഫോട്ടോസ് ആയിരുന്നു കിട്ടിയിരുന്നത്. ഫോട്ടോസിൻ്റെ ഔട്ട്പുട്ടൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിപ്പോൾ 4K 60-ലാണ്. നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉണ്ട്. ഇപ്പോൾ ലൈറ്റൊക്കെ കുറച്ച് കുറഞ്ഞു. ആ ടൈമിലുള്ള ഒരു സ്റ്റെബിലൈസേഷനാണ് ഇപ്പോൾ ടെസ്റ്റ് ചെയ്തത്. ഇനി ലോ ലൈറ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി 2 ക്ലിപ്സും കൂടി എടുത്ത് നോക്കി, അതും കൂടെ കാണാം. ലാസ്റ്റ് വീഡിയോയിൽ ഒട്ടും ലൈറ്റ് ഇല്ല, തീരെ ലൈറ്റ് കുറഞ്ഞപ്പെടുക. അപ്പോൾ ഇത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതിൻ്റെ സ്പെക്ക് വെച്ചിട്ട് ഇപ്പോഴത്തെ മോഡേൺ ഫോൺസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ച് താഴെയാണ്. ഒന്നാമത് എക്സിനോസ് ആണ് പ്രൊസസ്സർ വരുന്നത്. പക്ഷേ ക്യാമറ ക്വാളിറ്റി അടിപൊളിയാണ്. പിന്നെ ബ്രാൻഡ്, പിന്നെ ഇതിന് ബാറ്ററി വന്നിട്ട് 4800 സംതിങ് ഇത്ര ബാറ്ററി ഉണ്ട്. ബാറ്ററി ലൈഫും ഓക്കെ, ഡിസൈൻ ഓക്കെ, ക്യാമറ ഓക്കെ, ഫ്ലാറ്റ് സ്ക്രീനാണ്. എല്ലാം കൊണ്ടും നല്ലൊരു ഫോൺ തന്നെയാണിത്. ഇത് ഞങ്ങൾ ആമസോണിൽ നിന്ന് എടുത്താണ്ട് 43K വന്നിട്ടുണ്ട്. അപ്പോൾ ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ഇതേപോലുള്ള വീഡിയോസ് ഇനിയും വരും. അപ്പോൾ ബെല്ലൈക്കണൊക്കെ അമർത്തി കാത്തിരിക്കുക.